ഇലക്ട്രോണിക്സ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് പ്രതിഭാഗം പറഞ്ഞത്. അതിനാൽ തന്നെ ദൃശ്യം കാണണമെന്നാണ് പറയുന്നത്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും ജാമ്യം നൽകുന്നത് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകലായിരിക്കുമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയോട് പറയുകയായിരുന്നു. അതിനിടെയാണ് ഈ വീഡിയോ എന്ന കാര്യവുമായിട്ട് പ്രതിഭാഗം വരുന്നത്. വീഡിയോ കണ്ടു നോക്കണം, അപ്പോൾ ഒന്നും അതിനകത്ത് ലൈംഗിക അധിക്ഷേപം പരാമർശങ്ങൾ ഇല്ല എന്ന് വ്യക്തമാകുമെന്നാണ് പ്രതിഭാഗം ആവർത്തിച്ചു പറയുന്നത്. ആ ഉച്ചയ്ക്ക് ശേഷമാണ് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിലാണ് CJM കോടതിയിൽ നിന്ന് വിധി വരാൻ പോകുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം വിധി പറയാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനിടെ വീഡിയോ ദൃശ്യം കണ്ടു നോക്കിയതിന് ശേഷമുള്ള വിധിയായിരിക്കും വരിക. പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ട്. അത് തുടക്കം മുതലേ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അത് എല്ലാവരും കണ്ടതാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരാതിയും വന്നിരുന്നത്. അത് ബോധ്യമായതിനു ശേഷമാണ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയോട് പറയുകയുണ്ടായി. അതിനുശേഷവും ഇത്തരത്തിലുള്ള സെക്ഷലി കളേർഡ് റിമാർക്സ് ഇത് ആവർത്തിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നുള്ള കാര്യവും ആവർത്തിച്ച് തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. എന്നാൽ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് ഇതിൽ ലൈംഗിക അധിക്ഷേപം ഇല്ല എന്നുള്ള കാര്യമായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കുവാനുള്ള ഒരു ശ്രമവും ഉണ്ടാവുകയില്ല, അന്വേഷണത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുകയില്ല, അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള കാര്യവും പറയുകയുണ്ടായി. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടില്ല പ്രതി എന്നുള്ള കാര്യവും കോടതിയോട് പ്രതിഭാഗം പറയുകയുണ്ട്. അതിനായി ജാമ്യം നൽകണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം എന്തായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് ഈ കേസിൽ നേരിടേണ്ടി വരുന്ന അടുത്ത നിയമ നടപടി, അതിനെക്കുറിച്ച് അറിയുവാൻ കഴിയും. റിമാൻഡിലേക്കാണോ അതോ ജാമ്യം കിട്ടുമോ എന്ന് CJM കോടതിയുടെ വിധിയിൽ നിന്ന് വ്യക്തമാകും. എന്തായാലും ജാമ്യം കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസും പ്രോസിക്യൂഷനും നടത്തിയിട്ടുണ്ട്. BNSന്റെ 75-ാം വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയിരിക്കുന്ന അധിക്ഷേപ പരാമർശങ്ങൾ എന്നുള്ള കാര്യവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ രാമൻപിള്ളയുടെ പ്രതികരണം. മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിക്കാൻ CJM കോടതിയിൽ എത്തിയത് എന്ന പ്രത്യേകതയും ഉണ്ട്. ഏത് രീതിയിലെങ്കിലും ജാമ്യം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ മുതിർന്ന അഭിഭാഷകനെ, പ്രമുഖ അഭിഭാഷകനെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. നേരത്തെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തിയപ്പോഴും രാമൻപിള്ള അസോസിയേറ്റ്സിനായിരുന്നു ഇതിന് ചുമതല നൽകിയിരുന്നത്. പക്ഷേ പോലീസിന്റെ മിന്നൽ നീക്കം ആ ഒരു ശ്രമം പാഴാക്കിയിരുന്നു. അതിനിടെയാണ് ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ വെച്ച് പോലീസിന്റെ കയ്യിൽപ്പെടുന്നത്, അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ ജാമ്യം കിട്ടുവാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കത്തെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസും പ്രോസിക്യൂഷനും. അതിനുവേണ്ടിയാണ് ശക്തമായ വാദം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ B രാമൻപിള്ളയുടെ കൂർമ്മ ബുദ്ധിക്ക് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത തെളിയുമോ എന്നാണ് അറിയുവാനുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ നിന്ന് വിധി വരും. ജാമ്യാപേക്ഷയിലാണ് വിധി വരാൻ പോകുന്നത്. അതിനു മുൻപ് വീഡിയോ ദൃശ്യം കണ്ടു നോക്കുകയും ചെയ്യും. കണ്ണൂർ ആലക്കോട്ടെ ജുവലറി ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി വിധി പറയുക. ജാമ്യം നൽകണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക.